ഞാൻ MP ആയിട്ടും MLA ആയിട്ടും ഒന്നുമല്ല സംസാരിക്കുന്നത്. നിങ്ങളുടെ അതേ മനസ്സിൽ ഈ നാട്ടുകാർക്ക് തോന്നുന്ന സന്തോഷം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊണ്ടും അറിഞ്ഞുമാണ് ഞാനും ഇപ്പം ഈ വേദിയിൽ നിൽക്കുന്നത്. എനിക്ക് ഒരു പൊതുപ്രവർത്തകനായി സംസാരിക്കാൻ 2 വാക്കുണ്ട്, ഒരു മകനായിട്ടും സംസാരിക്കാൻ 2 വാക്കുണ്ട്. ഒന്ന്, ഈ നാട്ടിലെ ഒരു മദ്രസ ഹാളിൽ നാട്ടിലെ വളരെ സാധാരണക്കാരുമായിട്ടും അല്ലാത്തവരും ഒക്കെ ആയിട്ടും ആത്മബന്ധം പുലർത്തുന്ന കുറച്ച് ആളുകൾ ഇരുന്ന് തുടങ്ങിയ ഒരു ചെറിയ ആലോചന ഇന്ന് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കരങ്ങളാൽ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ പീസ് ഹോമിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ആ യാത്രയിലും ആ സ്വപ്നത്തിലും കൂടെ നടന്ന മുഴുവൻ നാട്ടുകാരെയും ഈ നാടിനു വേണ്ടി തന്നെ ഹൃദയം തുറന്ന് അഭിനന്ദിക്കാൻ, അഭിവാദ്യം ചെയ്യാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. നമ്മുടെ നാട് വിചാരിച്ചാലും സ്വപ്നം കണ്ടാലും ആഗ്രഹിച്ചാലും നടക്കാത്ത കാര്യങ്ങളില്ല എന്നുള്ളതിന് എന്തെങ്കിലും തെളിവ് വേണ്ടവർക്ക് പീസ് ഹോമിലേക്ക് വരാം എന്ന് ധൈര്യമായി നമുക്ക് സൂചിപ്പിക്കാൻ കഴിയും. ഒരു വാക്ക് കൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ഒരു നോക്കുകൊണ്ടോ ഒരു പ്രാർത്ഥന കൊണ്ടുപോലും ഇതിൻ്റെ കൂടെ നടന്ന ആളുകളുണ്ട്. ഇതിനിപ്പോൾ ഉമ്മർക്ക ഇതിൻ്റെ 10 സെന്റിൽ നിന്ന് 2 ഏക്കറിലേക്ക് ഈ സ്ഥാപനം മാറുമ്പോൾ അതിന് ഉമ്മർക്കെടുത്ത തീരുമാനത്തെ സംബന്ധിച്ചൊക്കെ ഉപ്പ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ 2 ഏക്കർ തൊട്ട് 2 സെക്കൻഡ് ഇതിനു വേണ്ടി കണ്ണടച്ച് പ്രാർത്ഥിച്ച മുഴുവൻ ആളുകളുടെയും കഠിനാധ്വാനത്തിൻ്റെയും ഒരുമയുടെയും ഐക്യത്തിൻ്റെയും ആകത്തുകയാണ് പീസ് ഹോം എന്ന കാര്യത്തിന് ഒരു സംശയം വേണ്ട. ഇത് സൂചിപ്പിക്കുന്നത് ഈ നാടിൻ്റെ ഒത്തൊരുമ തന്നെയാണ്. എല്ലാ പ്രയാസങ്ങളും അവനവൻ്റെ തീർന്നിട്ടോ അല്ല ആളുകൾ ഇതിനൊപ്പം നടന്നിട്ടുള്ളത്. ഒരു വശത്ത് അവനവൻ്റെ പ്രയാസങ്ങളും ആവശ്യങ്ങളും നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ട് വെക്കുമ്പോൾ അത് നാട്ടിൽ നന്നായി നടക്കട്ടെ എന്ന് ആഗ്രഹിച്ച സാധാരണക്കാരുടെ കൂടെ പരിശ്രമത്തിൻ്റെ ഫലമാണ് ഇത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു ടീമായി, ഒരു കുടുംബമായി അവരിതിനു വേണ്ടി പ്രവർത്തിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്. ഞങ്ങൾക്കാർക്കും ഇതിനകത്ത് നേരിട്ട് പങ്കാളിത്തമില്ല. ഇതിൽ ആർക്കെങ്കിലും പങ്കാളിത്തമുണ്ടെങ്കിൽ ഈ പീസ് ഹോം കമ്മിറ്റിയുടെ കഠിനാധ്വാനത്തിനാണ് അതിൻ്റെ പങ്കാളിത്തം. നാടിൻ്റെ പേരിൽ പീസ് ഹോമിൻ്റെ കമ്മിറ്റിയിലെ ഓരോ അംഗങ്ങളും അവരോടുള്ള നന്ദിയും കടപ്പാടും ഈ വേദിയിൽ ഹൃദയം തുറന്ന് പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. നേരത്തെ ചെയർമാൻ നേരത്തെ MD ഇവിടെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. മുഖ്യമന്ത്രി അതിനെ ഓൺ ചെയ്ത് സംസാരിച്ചത് നമ്മൾ കേട്ടു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മാതൃകകളിൽ ഒന്ന് സൃഷ്ടിക്കാൻ അവർ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ കൂട്ടായ്മ നമുക്ക് ഉറപ്പു തരുന്നത്. തീർച്ചയായിട്ടും അത് മാതൃകാപരമായി മാറേണ്ടത് ഡയാലിസിസ് എന്ന അനിവാര്യത മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്ന പ്രയാസങ്ങൾ എന്താണ് എന്നുള്ളത് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കറിയാം. MP എന്ന നിലയിലും MLA എന്ന നിലയിലൊക്കെ പ്രവർത്തിക്കുമ്പോൾ ഇപ്പോൾ വടകര പ്രദേശത്തൊക്കെ നിങ്ങൾക്കറിയാം ഇതുപോലുള്ള ഒരുപാട് സെന്ററുകളുണ്ട്. ആ ഒരുപാട് സെന്ററുകൾ ഉണ്ടായിട്ട് പോലും തണലിൻ്റെയൊക്കെ പ്രവർത്തന കേന്ദ്രമായിട്ട് പോലും ആ തണലിൽ ഡയാലിസിസിന് ഒരു സ്ലോട്ട് കിട്ടുമെന്ന് ചോദിച്ച് ഞങ്ങളുടെയൊക്കെ ഓഫീസിൽ ഈ രോഗബാധിതരായ ആളുകൾ തന്നെ നേരിട്ട് വരുന്ന നൽകുന്ന നിവേദനങ്ങൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾ പ്രയാസപ്പെടാറുണ്ട്. ഡയാലിസിസിന് തണലിലൊരു സ്ലോട്ട് കിട്ടുമെന്ന് ചോദിക്കുന്നത് നിരന്തരം ഇത് ചെയ്യേണ്ടി വരുമ്പോൾ അത് കൊടുക്കാൻ പണമില്ലാതായി പോകുന്നതിൻ്റെയാണ്. സർക്കാർ ആശുപത്രിയിലെ ഡയാലിസിസ് പേഷ്യൻറ്റിൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് എത്രയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. അത് പാലക്കാടാണെങ്കിലും വടകരയാണെങ്കിലും കോഴിക്കോടൊക്കെ ആണെങ്കിലും സർക്കാർ ഹോസ്പിറ്റലിലെ ഡയാലിസിസ് പേഷ്യൻസിൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് അത് എത്രയും പെട്ടെന്ന് ഒരാൾക്ക് ചെയ്യണമെങ്കിൽ അത് നടക്കാൻ കഴിയാത്ത തരത്തിൽ വലിയ പട്ടികയാണ്. ആ സർക്കാർ ആശുപത്രിയിലെ വെയിറ്റിംഗ് ലിസ്റ്റിനും സാധാരണക്കാരൻ നിൽക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും ചെയ്യേണ്ടി വരുമ്പോൾ, ആഴ്ചയിൽ 3 എണ്ണം ചെയ്യേണ്ടി വരുമ്പോൾ, 4 എണ്ണം ചെയ്യേണ്ടി വരുമ്പോൾ, 2 എണ്ണം ചെയ്യേണ്ടി വരുമ്പോൾ കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ഒരു കുടുംബത്തിന് അത് കൊടുക്കാൻ പണമില്ലാതായി പോകുന്നതിൻ്റെ പ്രയാസം കൊണ്ടാണ് ഈ വെയിറ്റിംഗ് ലിസ്റ്റിൽ പേര് വെച്ച് അവർ കാത്തിരിക്കുന്നതെങ്കിൽ ആ പ്രയാസങ്ങൾക്ക് ഈ പ്രദേശത്തെ കുറച്ച് ആളുകൾക്കെങ്കിലും പരിഹാരം കണ്ടെത്താൻ അർഹരായ ആളുകൾക്ക് സൗജന്യമായി പീസ് ഹോമിൽ ഡയാലിസിസ് ചെയ്യുന്നു എന്നുള്ളത് ഈ നാടിന് നിങ്ങൾ നൽകുന്ന ഏറ്റവും നല്ല സമ്മാനങ്ങളിൽ ഒന്നാണ് എന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട. നാടത് അർഹിക്കുന്നുമുണ്ട്, നാടത് ആഗ്രഹിക്കുന്നുമുണ്ട്. പിന്നെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവും, അതില്ലാത്ത ആരും ഉണ്ടാവില്ല. പക്ഷെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ, ഇപ്പോൾ അബുവാജിനെ നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ ഉമ്മർഖാനെ നിങ്ങൾക്ക് അറിയാം, ഉപ്പാടെ കാര്യം നിങ്ങൾക്ക് അറിയാം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാണെങ്കിലും ആലിക്കുട്ടിയുടെ കാര്യം നിങ്ങൾക്ക് അറിയാം, സലീമിന്റെയോ അല്ലെങ്കിൽ നാസറിന്റെയോ മുജീബിന്റെ ഇല്യാസിന്റെയോ പിന്നെ അംസകുഞ്ഞിപ്പാട് ആരുടെ കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്കൊക്കെ അറിയാം. ഞാൻ പറയുന്നത് ഒരു നല്ല കാര്യം ചെയ്യാൻ ഒരാൾ മനസ്സുകൊണ്ട് ഇറങ്ങി തീരുമാനിക്കുമ്പോൾ എല്ലാ മാനദണ്ഡങ്ങൾക്കും അപ്പുറത്ത് മനസ്സിലെ ആ ചിന്തയാണ് അതിനെ നയിക്കുന്നത് എന്നുള്ളത്. ഇവരാരും ഒരു പൊതുപ്രവർത്തകരുടെ കാറ്റഗറിയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ അവർ പള്ളി കമ്മിറ്റിയുടെയും മദ്രസ കമ്മിറ്റിയുടെയും നാട്ടിലെ നല്ല സേവന പ്രവർത്തനങ്ങളുടെയും
തങ്ങളുടേതായ രീതിയിൽ ആളുകളെ സഹായിക്കുന്ന കാര്യത്തിലൊക്കെ നിരവധി ഇടപെടലുകൾ നടത്തരുത്. പക്ഷെ ഒരു സംഘടിതമായ രൂപത്തിൽ കാര്യങ്ങൾ കുറെ കാലം മുമ്പ് ചെയ്ത് ശീലിച്ചവരോ പരിചയിച്ചവരോ അവരുടെ കച്ചവടത്തിന്റെ ഭാഗമായി CSRന്റെയോ മറ്റ് റെസ്പോൺസിബിലിറ്റിയുടെയോ ഭാഗമായി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ചാരിറ്റി മൂവ്മെന്റ്സിന് നേതൃത്വം കൊടുത്തവരോ ഒന്നുമല്ല. ഒരു മുറിക്കകത്തിരുന്ന ഒരു ആശയം മനസ്സിൽ വന്നപ്പോൾ അത് നാടിനൊരു അനിവാര്യതയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിനെപ്പറ്റിയുള്ള അന്വേഷണ യാത്ര പീസ് വാലി പോലുള്ള സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാവേണ്ടത് പേരിനൊരു പീസ് ഹോം അല്ല, നമ്മുടെ നാട്ടിലുണ്ടാവേണ്ടത് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഏറ്റവും മികച്ച ഒന്നാണെന്ന് ഒരു ടീമായി അവർ പീസ് ഹോം ഈ നാടിന്റെ ഒരു മേൽവിലാസമായി ഇന്ന് മുഖ്യമന്ത്രിയുടെ കരങ്ങളാൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എന്ന കാര്യത്തിന് സംശയം വേണ്ട. അത് വലിയ അച്ചീവ്മെന്റ് തന്നെയാണ്. അവനവന്റെ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാൻ 100 കാര്യങ്ങളും കാരണങ്ങളും ഉള്ളപ്പോൾ മറ്റുള്ളവരുടെ കാര്യങ്ങളും അതിനുള്ള പ്രയാസങ്ങളും കൂടെ തിരിച്ചറിയാൻ ആരെങ്കിലൊക്കെ തീരുമാനിക്കുമ്പോൾ അത് ആരുടെയും ഉത്തരവാദിത്തമായി മാറുന്നതല്ല, അവർ സ്വയം ഉത്തരവാദിത്തമായി ഏറ്റെടുത്ത് ചെയ്യുന്നതാണ്. ഒരു മകൻ എന്ന നിലയിൽ സംസാരിക്കുമ്പോഴും 2 വാക്ക് എനിക്ക് പറയേണ്ടതുണ്ട്. എന്നോടിപ്പോൾ അബുവാജി പറയുമ്പോഴും ഉമ്മർക്ക് പറയുമ്പോഴും അവരൊക്കെ ഒരു ടീമായി ഇതിനു വേണ്ടി എല്ലാവരും പ്രവർത്തിച്ചവരാണ്. ഞാൻ പിന്നെ ഷാനവാസിന്റെ അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ കുഞ്ഞാനാക്കാന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന പിന്നെ ഒരാളുടെ മകൻ എന്നുള്ള നിലക്ക് മാത്രമല്ല, ഇവരുടെയൊക്കെ ഒരു മകന്റെ സ്ഥാനത്ത് നിന്ന് സംസാരിക്കുമ്പോൾ അവരുടെ എല്ലാ പരിമിതികളെയും നാടിന് വേണ്ടിയുള്ള ചിന്തകളാൽ അതിനെ മറികടക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കണ്ടത്. ഞാൻ പറയുന്ന അവരുടെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനത്തിന്റെ ഭാഗമായ ഒരു കാര്യത്തിലേക്കല്ല അവർ പുതുതായി കാലെടുത്ത് വെച്ചത്. പക്ഷെ ആ പരിചയക്കുറവൊന്നും ഈ പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ ക്വാളിറ്റിയെ നിർണ്ണയിക്കുന്ന കാര്യത്തിൽ ഒരു തടസ്സമായി മാറിയില്ല എന്നുള്ളതാണ്. ആളുകളെ കൂട്ടത്തിൽ നിർത്തി ചേർത്ത് നിർത്തി മുന്നോട്ട് പോവാൻ ഞാനിപ്പോൾ പറയുന്നുണ്ട്. ഇപ്പൊ ഉമ്മ എനിക്ക് എല്ലാ വീട്ടിലെയും പൊതുപ്രവർത്തകരുടെ വീട്, ഇപ്പൊ അത് MLA ആണെങ്കിലും MP ആണെങ്കിലും പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ബൂത്തിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും വാർഡിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഒരു സ്ഥാനമാനവും ഇല്ലാതെ പ്രവർത്തിക്കുന്നവരാണെങ്കിലും പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുന്ന ഒരാളുടെ വീട്ടിന്റെ ഉള്ളിലെ ചിന്ത എന്തിനാ എല്ലാ സമയവും ഇതിന്റെ പിന്നാലെ നടക്കുന്നത് എന്നുള്ള ചോദ്യം എല്ലാ പൊതുപ്രവർത്തകനും കേട്ടിട്ടുണ്ടാകും. പൊതുപ്രവർത്തകൻ പൊതുവായ ഒരു കാര്യത്തിന് വേണ്ടി നീക്കിവെക്കുന്ന സമയമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും അത് ആ വീടിന്റെ നഷ്ടമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മക്കളോടൊപ്പം ചെലവഴിക്കേണ്ട സമയമായിരിക്കാം, മക്കൾക്ക് വേണ്ടി ചെലവഴിക്കേണ്ട സമയമായിരിക്കാം, ഭാര്യക്കോ ഭർത്താവിനോ വേണ്ടി ചെലവഴിക്കേണ്ട സമയമായിരിക്കാം, കുടുംബത്തിനോടൊപ്പം ചെലവഴിക്കേണ്ട സമയമായിരിക്കാം. ഞാൻ എത്ര ഉന്നതമായ പദവിയിലെത്തിയാലും കുടുംബത്തിന് പരാതികൾ ഉണ്ടാവില്ല എന്ന് ധരിക്കരുത്. എത്ര ചെറിയ പദവിയാണെങ്കിലും കുടുംബത്തിന്റെ സമയം പൊതുപ്രവർത്തകൻ നാടിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്ന് ധരിക്കരുത്. ഇപ്പൊ പൊതുപ്രവർത്തകന്റെ ഡെഫിനിഷനിൽ ഈ പറയുന്ന സമയം മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവനവന്റെ ആരോഗ്യം മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കുന്നതിന്റെ പരാതി സ്കൂളിൽ തൊട്ട് അല്ലെങ്കിൽ കോളേജിൽ തൊട്ട് പഠിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ കേട്ടിട്ടുണ്ടാവാം. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം തൊട്ടും അതിനെപ്പറ്റിയുള്ള കംപ്ലൈന്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഈ പരിപാടിക്ക് വരുമ്പോഴും എൻ്റെ കുടുംബത്തിലും ഭാര്യയും കുട്ടികളടക്കുന്ന കുടുംബത്തിലും അവരും ഇന്ന് ദിവസം രാത്രി തിരിച്ചു ചെല്ലില്ല, ഞാൻ ഇവിടുന്ന് ഇന്ന് നാളെ പാലക്കാട്ടേക്കാണ് അവിടുന്ന് തൃശ്ശൂരാണെന്ന് പറയുമ്പോൾ അയ്യോ ഇന്ന് വരില്ലേ എന്ന് ചിന്തിക്കുന്ന, ഇവിടെ നിന്നൂടെ എന്ന് ചിന്തിക്കുന്ന ഒരു കുടുംബം, അതിൻ്റെ ഒരു ചിന്ത അതിൻ്റെ പിന്നിലുണ്ട്. അങ്ങനെയുള്ള ചിന്തകളിൽ സമയം മുഴുവൻ ഇതിനായി മാറ്റിവെച്ചത് ഞാൻ അഭിമാനത്തോടെയും സന്തോഷത്തോടെയും പറയുന്നു. ഈ സംഘടനാ പ്രവർത്തനത്തിന് കൊടിയും പിടിച്ചിറങ്ങുമ്പോൾ സമയം മുഴുവൻ അതിൻ്റെ പിന്നാലെ നടക്കുകയാണെന്ന് എന്നെ ചീത്ത പറഞ്ഞിരുന്ന എൻ്റെ ഉപ്പ മുഴുവൻ സമയം പീസ് ഹോമിന്റെ പിന്നാലെയാണെന്ന് എൻ്റെ ഉമ്മ എന്നോട് പരാതി പറഞ്ഞത് കേൾക്കുമ്പോഴുള്ള സന്തോഷവും സംതൃപ്തിയും ഒന്ന് പറഞ്ഞറിയിക്കാം. ഇതന്നെയാണ് വാപ്പട്ടിയാക്ക നമുക്കും ഉണ്ടായതെന്ന് പറയാൻ ഇപ്പൊ ഉമ്മാനോട് എനിക്കൊരു കാരണമാണ്. ഇതൊക്കെ തന്നെയാണ് ഞങ്ങളും ചെയ്തിരുന്നത് എന്ന് പറയാൻ ഞങ്ങൾക്കൊരു കാരണമാണ്. ഞാൻ എന്നോടിപ്പോൾ സലീം കുപ്പാനെ പറ്റി പറയുമ്പോൾ ഇപ്പം ഞങ്ങൾ പുതിയ തറവാട് വീട് പുതുതായിട്ട് പണിയാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുപ്പ കൊടുക്കുന്നതിൻ്റെ 100 ഇരട്ടി സമയം പീസ് ഹോമിന്റെ നിർമ്മാണ കാര്യങ്ങൾക്ക് വേണ്ടി നീക്കിവെക്കുന്നുണ്ട് എന്നുള്ളത് ഇവരെല്ലാവരും പറയുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇടപെടാനുള്ള ഒരു മനസ്സിന് അതിൽ ഇടപെട്ട് തുടങ്ങുമ്പോൾ കിട്ടുന്ന സംതൃപ്തി എന്താണെന്ന് ലൈഫിന്റെ ഈ സ്റ്റേജിൽ തിരിച്ചറിഞ്ഞ് അവർ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യത്തെ നന്ദിയോടെയും മനോഹരമെന്ന് വിശേഷിപ്പിക്കാതെയും ആർക്കും മുന്നോട്ട് പോകാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും ഞാൻ ആവർത്തിച്ച് ഞാൻ പേര് പറയുന്നില്ല. അതുപോലെ ഇപ്പം ഇവിടെ അധ്യക്ഷ പ്രസംഗം നടത്തി പ്രിയപ്പെട്ട ഡോക്ടർ ഹംസ പറമ്പിൽ, അദ്ദേഹം ഒരുപാട് പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ ലൈഫിന്റെ ഭാഗമായി ഒരുപാട് പ്രവർത്തനങ്ങളും നാട്ടിൽ തിരിച്ചു വന്ന ശേഷം നാടിന് വേണ്ടിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്താണ്. അവരും കൂടി ഈ ടീമിനോടൊപ്പം ചേർന്നിട്ട് ഇപ്പം നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്ന തരത്തിലുള്ള ഒരു സ്ഥാപനം നമ്മുടെ മുന്നിലേക്ക് വെക്കുമ്പോൾ അതിൻ്റെ വിഷൻ നമ്മൾ കാണുമ്പോൾ തീർച്ചയായിട്ടും
അത് വലിയ സന്തോഷമാണ്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം, ബഹുമാനപ്പെട്ട മന്ത്രിമാരുടെ സാന്നിധ്യം, ജനപ്രതിനിധികളുടെ സാന്നിധ്യം, ഈ നാടിൻ്റെ ജനപ്രതിനിധികളുടെ സാന്നിധ്യം, പാപ്പട്ടിയാക്ക് ഉൾപ്പെടെയുള്ള, മൂസൻ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ജനപ്രതിനിധികളൊക്കെ ആയിരുന്ന ആളുകളുടെ സാന്നിധ്യം, പുറത്തുനിന്ന് രമേശ് ഷാരടിയെ പോലുള്ള ആളുകൾ ഇവിടെ വന്നത്, VT ബലറാമനെ പോലുള്ള പിന്നെ ആളുകൾ ഇവിടെ വന്നത്, മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പിന്നെ വിദ്യാഭ്യാസ മന്ത്രിയും നമ്മുടെ സ്വന്തം മന്ത്രിയായ തുളസി ടീച്ചറും MP യും ഒക്കെ ഒരു 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 ഒത്തുചേരൽ പോലെ ഈ നാട് ആഗ്രഹിക്കുന്ന ധന്യമായിട്ടൊരു മുഹൂർത്തമായിട്ട് ഇതിന് മാറി. എൻ്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതിങ്ങനെയായി തീരണം എന്നാഗ്രഹിച്ച മുഴുവൻ ആളുകൾക്കും ആ മദ്രസ ഹാളിലെ ഒരു ചെറിയ മുറിയിൽ നിന്ന് തുടങ്ങിയ ചിന്ത ഇന്ന് 2 നിലയിൽ നാട്ടിലെ ജനങ്ങളുടെ ദുഃഖത്തിൽ ആശ്വാസമായി മാറാൻ കെൽപ്പുള്ളൊരു സ്ഥാപനമായി വളർന്ന കാര്യത്തിലുണ്ടായ ചിന്തയെയും പ്രവൃത്തിയെയും ത്യാഗത്തെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തരും അവിടെ കണ്ട ആൾ, ഇപ്പം മാനുട്ടിക്കാർക്ക് ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷെ ആ ഹാളിനെ സംബന്ധിച്ച് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ പിന്നെ ഞാൻ അവിടുന്ന് അറിയാനിടയായി. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ, ഇപ്പം ഇന്ന് കൈകൾ കോർത്തു പിടിച്ച് തിരക്ക് നിയന്ത്രിച്ച മെക്സവൻ്റെ വളണ്ടിയർമാർ തൊട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും, ഞാൻ പറയുന്നു എല്ലാവരും, ഇവിടെ സാന്നിധ്യമായവരെല്ലാവരും, ഇതിൻ്റെ കാര്യങ്ങൾക്ക് പിന്നെ പൈസ നീക്കി വെച്ച, 10 രൂപ നീക്കി വെച്ച ആളുകൾ, സാന്നിധ്യമായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ റിയാസ് മുക്കോളിയും TP ഷാജി എല്ലാവരും ഇവിടെ നമ്മളോടൊപ്പമുണ്ട്. സാന്നിധ്യമായിട്ടുള്ള ആളുകൾ എല്ലാവരും ഈ നാട് ഒന്നിച്ച് നേടിയതാണ്. ഈ നാട് ഒന്നിച്ചിത് നിലനിർത്തും, ഈ നാട് ഒന്നിച്ചിത് വളർത്തും. എനിക്ക് നാസറിനോടൊക്കെ സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ തിരിച്ചറിഞ്ഞത്, ഇത് ഇവിടം കൊണ്ട് അവസാനിക്കുന്ന ഒരു സ്വപ്നമായിട്ടല്ല അവർ കാണുന്നത്. അവരിനി മുന്നോട്ടുള്ള പ്രയാണത്തിൽ കാണുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഈ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാറ്റഗറിയാണ് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉൾപ്പെടെ, വിദ്യാർത്ഥികൾ, കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ. അവരുടെ പ്രശ്നങ്ങളും വലിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. അത്തരം കുട്ടികളെ നേരത്തെ ഇവിടെ കിഡ്നി അസുഖങ്ങൾ നേരത്തെ ഐഡന്റിഫൈ ചെയ്യുന്നു എന്ന് പറഞ്ഞതുപോലെ അത്തരം കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടാൻ കഴിയാവുന്ന ഒരു സെന്ററാണ് അടുത്തതായി ഇവർ സ്വപ്നം കാണുന്നത് എന്നുള്ളത്. അടുത്ത മിഷൻ അതിൻ്റേതായിരിക്കും എന്നുള്ളത് അവിടെ സൂചിപ്പിച്ച് വെച്ചിട്ടുണ്ട്. വേണു ഡോക്ടറെ പോലുള്ള ആളുകളുടെ പ്രസൻസ് ഇത്തരം കാര്യങ്ങൾക്ക് ഉണ്ടാവുന്നത്, അതൊക്കെ തീർച്ചയായിട്ടും അവരുടെയൊക്കെ എക്സ്പീരിയൻസ് ഇതിനു വേണ്ടി കിട്ടുന്നത് തീർച്ചയായിട്ടും വലിയ സന്തോഷമാണ്. ഞാൻ ഇതിനെ സഹായിച്ച അനേകം ആളുകൾ, ഇപ്പോൾ ഇന്നലെയും മുജീബായി, ഇന്നലെയും ഇന്നും ഈ കാര്യങ്ങൾക്കൊക്കെ പിന്നെ ഇതിന് സഹായിച്ച അനേക ആളുകൾ നമ്മളോടൊപ്പം, ഞാൻ പേരെടുത്ത് പറയേണ്ട അനേക ആളുകൾ നമ്മളോടൊപ്പം ഈ വേദിയിലുണ്ട്. ഞാൻ അവരെയൊക്കെ നന്ദിയോടെ ഓർക്കുന്നു. ഇപ്പോൾ അവിടെ ചെന്നപ്പോൾ പിന്നെ നെജിയുടെയും അനീഷിൻ്റെയും ഷൈജുവിൻ്റെ ഒക്കെ കാര്യം എന്നോട് അവിടെ നിന്ന് അവർ പറയായിരുന്നു. അങ്ങനെ കുറേ ആളുകൾ, അവരുടെ മനസ്സിലെ നന്മ, ആളുകൾ വലിയ മനുഷ്യരാവുന്നത് വലിയ സൗകര്യങ്ങളുടെ പേരിലല്ല. ആളുകൾ വലിയ മനുഷ്യരാവുന്നത് ഉള്ള സൗകര്യങ്ങളിൽ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി അധ്വാനിക്കാനും മെനക്കെടാനും നീക്കിവെക്കാനും പ്രാർത്ഥിക്കാനും പ്രവർത്തിക്കാനും തീരുമാനിക്കുമ്പോഴാണ്. അങ്ങനെ പ്രവർത്തിച്ചവർക്ക്, അങ്ങനെ ആഗ്രഹിച്ചവർക്ക് നാടിൻ്റെ നന്ദി. നമസ്കാരം. ജയ് ഹിന്ദ്.